പപ്പടം ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ പപ്പടം ഉണ്ടെങ്കിലേ ചോറ് കഴിക്കൂ എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പപ്പടം വെച്ചിട്ടാട്ടോ നമ്മളത് ചെയ്യുന്നത്. എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു സവോളയാണ് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്താട്ടോ, അല്ലെങ്കിൽ കുഞ്ഞാക്കി അരിയണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ലേശം കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ പൊടി കേട്ടോ. അപ്പോൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടികളും ഒക്കെ കൂട്ടണേ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കഴിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഈ പൊടികളെല്ലാം തന്നെ ഈ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സവോള ചെറുതായിട്ട് തന്നെ അരിയണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദേ ഞാൻ കറിവേപ്പിലയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർക്കണേ. അടുത്തതായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് കുറച്ചായിട്ട് പച്ചവെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു എന്താ പറയുക, ഒരു ഗമ്മിൻ്റെ രൂപത്തിൽ, ഒരു പശയുടെ രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അത് ഒരുപാട് വെള്ളാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ആയിട്ടുള്ളത്. ഇനി ഇതും അവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആ ഒരു പപ്പടം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് പപ്പടം സോഫ്റ്റ് ആയിട്ട് കിട്ടണം, കണ്ടോ ഇതേപോലെ. എന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇതിങ്ങനെ പിടിച്ചാൽ മതി, വെള്ളം പോയിക്കോളും. എന്നിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയുടെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഈ പപ്പടത്തിന്റെ നടുവിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മൈദ വെച്ചിട്ടുള്ള ഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ കുറച്ചായിട്ട് വിരലിലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കട്ടി കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇതേപോലെ എല്ലാ സൈഡിലും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ ആയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ സമൂസേൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി ഒട്ടിക്കുക. ഗമ്മുള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളും. ഒട്ടും ഹോൾ ഇല്ലാണ്ട് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കാനത് കാരണമാവും. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ആദ്യം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് ഗമ്മൊക്കെ തേച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. പിന്നെ വെള്ളത്തിൽ മുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഒരുപാട് സമയം മുക്കി വെക്കൊന്നും ചെയ്യരുത്. പെട്ടെന്ന് ഇങ്ങനെ മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച ശേഷം പെട്ടെന്ന് തന്നെ പൊന്തിച്ചെടുക്കണേ, അല്ലെങ്കിൽ അത് പപ്പടല്ലേ, പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം തന്നെ ഇതേപോലെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ നന്നായിട്ട് ചൂടാക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോ സമൂസകളായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, പെട്ടെന്ന് തന്നെ ആവും, പപ്പടമല്ലേ. അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് അതൊന്ന് കുക്കാക്കി എടുക്കാം. ഒന്ന് നല്ലപോലെ ഇങ്ങനെ വീർത്തൊക്കെ വരും കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പപ്പടം വെച്ചിട്ടുള്ള ഒരു സമൂസേൻ്റെ റെസിപ്പിയാണ്. ഉച്ചതിരിഞ്ഞ് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു ചേഞ്ചിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് പപ്പടം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോഴോ ആർക്കായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നിങ്ങൾക്ക് മുട്ടയൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത്. ഇനി മധുരമുള്ള ഫില്ലിങ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. ഇത് ആ ചൂടോടെ കഴിക്കുമ്പോൾ മാത്രമേ ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആവും. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട് കേട്ടോ. പപ്പടാന്ന് വിചാരിച്ചിട്ടൊരു ടേസ്റ്റ് മാറ്റമൊന്നുമില്ല. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്